റിജിൽ മാക്കുറ്റി ഒരുപാട് കള്ളന്മാർ, കൊള്ളക്കാർ, കൊള്ളക്കാരെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. കാരണം കള്ളന്മാർ, കൊള്ളക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഒരു ഫാമിലിയെ കുറ്റപ്പെടുക. ആ ഫാമിലി മുഴുവൻ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അത് ഈ റിജിൽ മാക്കുറ്റിയുടെ ഏറ്റവും ആരാധ്യരായ നെഹ്റു ഫാമിലിയാണ്. എല്ലാവരും ജാമ്യത്തിലാണ്. സോണിയാഗാന്ധി ജാമ്യത്തിൽ. എന്തിനാ? കളവ് നടത്തിയതിന്റെ, തട്ടിപ്പ് നടത്തിയതിന്റെ പേരില, തട്ടിപ്പിന്റെ പേരിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ രാമന്റെ പേരിൽ കട്ട് മുടിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഇഡിയും നരേന്ദ്രമോദിയുടെ ഇൻകം ടാക്സും അന്വേഷിച്ചിട്ട് പട്ടായയിലാണോ? ആ പട്ടായയിലാണോ? ഇപ്പോ പപ്പു എവിടെ പോയി? പട്ടായയിലാണോ? ശശികല വിഷകല എന്ന് വിളിച്ചപ്പോ തന്നെ പോലെയുള്ള അമ്പലം വിഴുങ്ങികള് ഈ രാമന്റെ പേര്, ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി, തന്റെ സംവിധാനം. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ പേരിൽ പേര് പറഞ്ഞ് രാമന്റെ പേര് പറഞ്ഞ് കൊള്ളയെടുത്ത കാട്ട് കൊള്ളക്കാർ, ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. ഉളുപ്പുണ്ടോ? രാമന്റെ പേര് അമ്പലത്തിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ കൊടുത്ത പണം കൈയിട്ട് വാരി നക്കിത്തുന്ന നാണം കെട്ടവരല്ലോ നിങ്ങളെ ആളുകൾ. ശശികല വിഷകലാന്ന് വിളിച്ചു, അതുകൊണ്ടാണ് രാഹുലിനെ ആ പേര് ഉപയോഗിച്ചതെന്ന് പറയുന്നു. കള്ളന്മാരുടെ കൊള്ളക്കാർ സങ്കേതം അല്ല മകുറ്റി, അല്ല ശ്രീ മകുറ്റി, ഓക്കെ. പക്ഷേ അറിവ് താങ്കൾ ഇടയ്ക്ക് പറഞ്ഞ താങ്കൾ ശശികലയെ വിഷകലാന്ന് വിളിച്ചു. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ രാഹുലിനെ എന്ന് പറഞ്ഞു വിട്ടേക്ക്. ശ്യാറി ബാബു ശശികല വിഷം തുപ്പുന്നത് പോലെ ഈ രാജ്യത്ത് ആരാ വിഷം തുപ്പുന്നത്? വ്യക്തിപരമായ ആരോപണങ്ങൾ വേണ്ട. വ്യക്തിപരമായ ആരോപണം വിട്ടേക്ക് ഷാറി ബാബു. പക്ഷേ ഷാറി ബാബു, താങ്കൾ പറഞ്ഞ നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ എന്തായി? എവിടെ എത്താതെ കിടക്കുകയാണ്? ഒന്നും ആയിട്ടില്ല. താങ്കൾ പറഞ്ഞ ഓരോരോ അഴിമതി ആരോപണം, 2G ആവട്ടെ, ആദർശ് ആവട്ടെ, ഒന്നും എവിടെ എത്തിയിട്ടില്ല. നത്തിങ് ഡൂയിങ്. പറഞ്ഞു കൊടുത്തേ പ്ലീസ്. റിജിൽ അല്ല, എനിക്ക് ഹാഷ്മി പറയാനുള്ളതെന്ന് വെച്ചാലേ ഈ അസ്വസ്ഥത ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അത് റോബർട്ട് വധര അടക്കം കേസിലെ പ്രതിയാണ്. ഇപ്പോ ഹാഷ്മി ചോദിക്കേണ്ടായി കേസ് എന്തായെന്ന്. കേസ് എന്താ? കേസ് വിചാരണയിലാണ്, അത് കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ കോടതിയിലാണ് ഹാഷ്മി, അത് കോടതിയിലാണ്. തർക്കിക്കാൻ നിൽക്കരുത്. ആളുകൾ കൊടുത്ത സംഭാവന ദൈവത്തിന്റെ കുറിച്ച ചോദ്യം. ബാബു രാഷ്ട്രീയപരമായി ഇവർ ഉന്നയിക്കുന്ന ആരോപണം എടുക്കട്ടെ. ഇത് രാഷ്ട്രീയ ആരോപണമല്ലല്ലോ, ഇത് ദൈവത്തിന്റെ പേരിൽ പണം അടിച്ചു വാരി. ശരി, ഓക്കെ. അറിബാബു, രാമന്റെ പേരിൽ പണം കോടികൾ കട്ടുപിടിക്കുന്നതും ഈ പറയുന്ന അഴിമതി ആരോപണം ഒന്നല്ലെന്നാ പറയുന്നത്. വിട്ടേക്ക് ബാബു. രാമനേക്കാൾ വലുതാണ് രാജ്യം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാമനേക്കാൾ വലുതാണ് രാജ്യം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ആ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും കൊള്ള നടത്തി സോണിയാഗാന്ധിയും അടക്കമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോ പൊള്ളും, അത് പൊള്ളും. പിന്നെ രാമനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ അവകാശം? രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ്. രാമൻ കൊടുത്ത ആളാണ് ഈ റിജിൽ മാക്കുറ്റിയുടെ നേതാവ്. രാമൻ വ്യക്തിപരമാവരുത്. നമ്മളെല്ലാം ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. വ്യക്തിപരമാവരുത്. റിജിൽ മാക്കുറ്റി അരുത്. ആരും പറഞ്ഞു പൂർത്തിയാക്കരുത്. സാമാന്യ മര്യാദയില്ലാതെ സംസാരിക്കുന്നോ?
ഒരു ചർച്ചയിൽ പാലിക്കേണ്ട ഒരു മര്യാദയില്ലേ? അല്ല, രാമനെ കുറിച്ച് പറയാൻ എന്താ അധികാരം ഇവനാരോ ചോദിക്കാൻ? നിങ്ങൾ കള്ളൻ അല്ല ഹാഷ്മി, ഞങ്ങൾ വിശ്വസിക്കുന്ന രാമനെ കുറിച്ച് ഞങ്ങൾ ചർച്ച അല്ല ഇവനെ അവനൊന്നും പറയല്ലേ. നമ്മൾ നമ്മൾ പരിഷ്കൃതമായ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇവനെ അവനൊന്നും വാക്കൊന്നും ഉപയോഗിക്കില്ലേ. നമുക്ക് അതല്ലാതെ രാഷ്ട്രീയം പറയാലോ. ശരി, നമുക്ക് അതല്ലാതെ ആരോടും ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാം. ശരി, ഞാൻ ഇടപെടലേക്ക് പോയിട്ട് ഓടി വരാം. ഞാൻ വിശ്വാസിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.